ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മൺചട്ടിയിൽ ഒരു മത്തിക്കറി വെച്ചാലോ? മൺചട്ടിയിൽ മീൻകറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നെനിക്ക് നല്ല ഫ്രഷ് നെയ്മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു മത്തിക്കറി വെച്ചാലോ എന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ കറി വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ചുവന്നുള്ളി, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് സവാള, ഇത്രയും വേണേ. അപ്പോൾ കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉലുവയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാവേ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ചതച്ച ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് പൊടികൾ ഞാനെല്ലാം കൂടെ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഞാനിതേ ആ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ മസാലയുടെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല തളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ഉടയാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ മൺചട്ടിയിൽ വെച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചാറ് നല്ലോണം വറ്റിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നോട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാവേ. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.